നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളി മുതൽ അമ്പലപ്പുഴ വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റാണ്. അമ്പലപ്പുഴ വരെ ഇല്ല, അമ്പലപ്പുഴ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഡ്രോണിൻ്റെ ചാർജ് തീർന്നു പോയി. ഡ്രോണിൻ്റെ ചാർജ് തീരാൻ കാരണം നമ്മൾ ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള വീഡിയോ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ആ ഒരു വീഡിയോയും വരുന്നതായിരിക്കും. ആ ഒരു ഭാഗത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ട് കുറച്ച് നാളായി, അതുകൊണ്ടാണ് അവിടെ മുതൽ ഇവിടെ വരെയുള്ള പൂർണ്ണമായിട്ടുള്ള വീഡിയോ എടുത്തു വെച്ചത്. പിന്നെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പം നമ്മളിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് പല ഭാഗങ്ങളിലായിട്ട് ടാറിങ് നടന്നു എന്നറിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഇവിടുത്തെ കുറച്ച് ദൃശ്യങ്ങൾ കൂടി പകർത്താമെന്ന് കരുതി. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് തോട്ടപ്പള്ളി കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് ഇപ്പം വലതുഭാഗത്തായിട്ട് ഇവിടെ WMM എന്ന് പറയുന്ന മിശ്രിതം നിരത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ WMM എന്ന് പറയുന്ന മിശ്രിതം നിരത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ WMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോറി വേസ്റ്റിനകത്ത് സിമെൻറ്റ് മിക്സ് ചെയ്തിട്ട് നിരത്തുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് WMM എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ ഇനി കുറച്ചും കൂടെ പണി നടക്കാനുണ്ട്. നമ്മളിപ്പം തോട്ടപ്പള്ളി കഴിഞ്ഞ് നേരെ കുരുട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അവിടെ ഇപ്പം നമുക്ക് കാണാം പകുതിയോളം ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത് കുറേ നാളിന് മുമ്പേ അത് അത്രയും ഫിനിഷ് ആയതാണ്. പിന്നെ കുറച്ച് റിട്ടേണിങ് വാൾ ബ്ലോക്കും ഈ ഒരു ഭാഗത്തും രണ്ട് സൈഡിലുമായിട്ട് അണ്ടർപാസിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലുമൊക്കെ ആയിട്ട് ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനി ഒരുപാട് പണി തീരാനുണ്ട്. ഇടത്തെ സൈഡിൽ കാണുന്നതാണ് കുരുട്ട് ഭഗവതി ക്ഷേത്രം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണാം ഒരു ഭാഗത്തായിട്ട് തന്നെ ടാറിങ് പരിപാടി നടന്നിരിക്കുന്നതായിട്ട് കാണാം. കുറച്ച് ലെങ്തിലായിട്ട്, നല്ല ലെങ്തിലായിട്ട് പുറക്കാട് വരെ വലതുഭാഗത്തായിട്ടുള്ള ടാറിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഭാഗത്ത് അവർ റിട്ടേണിംഗ് വാൾ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ആയിരിക്കും കയറ്റം കയറി നമ്മുടെ കുരുട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിൻ്റെ അടുത്തോട്ടുള്ള കയറ്റം വരാൻ സാധ്യതയുള്ള ഈ ഇവിടം കഴിഞ്ഞിട്ടായിരിക്കും അവർ റിട്ടേണിംഗ് വാൾ വെച്ച് തുടങ്ങാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇവിടെ വരെ അവർ ഫസ്റ്റ് ലെയർ ടാറിങ് ആണ് ചെയ്തിരിക്കുന്നത്. സർവീസ് റോഡിൻ്റെ വരുന്ന ഭാഗവും അവർ ടാർ ചെയ്തിട്ടില്ല. അവിടെ ഈ WMM എന്ന് പറയുന്ന മിശ്രിതമാണ് ആ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇത്രയും പണി കഴിഞ്ഞിട്ടുണ്ട് വലത്തെ സൈഡിലായിട്ട് തന്നെ. നമ്മുടെ ചാനലിനകത്ത് ഒരു 2 വീഡിയോയ്ക്ക് മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് KPSC ജംഗ്ഷൻ മുതൽ MSM കോളേജിൻ്റെ അടുത്ത് വരെയുള്ള ഒരു വീഡിയോ. അതിനകത്ത് KPSC ജംഗ്ഷൻ മുതൽ നമ്മുടെ കായംകുളത്തെ അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ളൊരു ഭാഗം ഒരു കുറച്ച് ലെങ്തിലായിട്ട് ടാർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് വിഡ്ത്തിലായിട്ട്. ആ ഒരു വിഡ്ത്തിലായിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തും ടാർ ചെയ്തിരിക്കുന്നത്. അപ്പം അത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കായംകുളത്ത് KPSC ജംഗ്ഷൻ മുതൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന വരെയുള്ള ഭാഗത്ത് ടാർ ചെയ്തിരിക്കുന്ന ആ ഒരു റോഡിൽ കൂടി ഇപ്പം വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തെ, അതായത് KPSC ജംഗ്ഷൻ ഭാഗത്ത് ഇപ്പം നിലവിൽ റോഡ് കുത്തിപ്പൊളിച്ച് കളയാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പം പുതിയ റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതിയുണ്ട് അവിടെയും. അപ്പം ഇവിടെയും കാണാനുള്ള സാധ്യതയാണ് കാണുന്നത് ഉടൻ തന്നെ. അപ്പം ഇവിടെയും നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗം എല്ലാം തന്നെ ഇനിയിപ്പം പഴയ റോഡ് കുത്തിപ്പൊളിച്ച് കളയാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ നല്ല ലെങ്തിലായിട്ട് തന്നെ നമ്മൾ തോട്ടപ്പള്ളി കഴിഞ്ഞ് വെച്ചാണ്ട് ഇപ്പം നമ്മൾ ഇവിടോട്ട് എത്തുന്നിടം വരെ നല്ല ലെങ്തിലായിട്ട് തന്നെ അവർ ഇത്രയും ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 2 വാഹനങ്ങൾ കടത്തിവിടാനുള്ള സ്ഥലമുണ്ട്. ഇനി ഉടൻ തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് ഇടത്തെ സൈഡിലുള്ള പഴയ റോഡ് കുത്തിപ്പൊളിച്ച് കളയാം. ബാക്കിയുള്ള സ്ഥലത്തെ പോസ്റ്റൊക്കെ എടുത്ത് കളയാം. പണി ഒരുപാട് പെട്ടെന്ന് തന്നെ നടത്താനുള്ള സാധ്യതയാണ് ഇനി കാണുന്നത്. നമ്മളിപ്പം പുത്തന്നട ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു തേര് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുത്തന്നട ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് പിന്നെ ഇടത്തെ സൈഡിലായിട്ട് പിന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡിലും പുതിയ പോസ്റ്റൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇടത്തെ സൈഡിൽ പഴയ പോസ്റ്റൊക്കെ നീക്കം ചെയ്യാനുണ്ട്. ഇത്രയും സ്ഥലത്തായിട്ട് വലതുഭാഗത്തായിട്ട് തന്നെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ലെയറാണ് ടാർ ചെയ്ത് കഴിഞ്ഞത്. ഇതിൻ്റെ മുകളിൽ ഇനി ഒരു ലെയറും കൂടെ ഉണ്ട്. വീഡിയോ എടുത്തിട്ട് തിരിച്ചു വന്നപ്പം ഒരു ജോലി ചെയ്യുന്ന ഒരാളിനെ കണ്ട്. പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് ഇനി ഒരു ലെയറും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ആദ്യത്തെ ലെയർ ഇനി എല്ലായിടത്തും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫൈനൽ ലെയർ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. വാഹനങ്ങളൊക്കെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടത്തി വിടണം. അപ്പോൾ അവരുടെ കാരണം കൊണ്ട് ആദ്യത്തെ ലെയറായിരിക്കും അവർ ആദ്യം ചെയ്യുന്നത്. നമ്മൾ കൊല്ലം ബൈപ്പാസിലും അതേപോലെയാണ്, ആദ്യത്തെ ലെയറാണ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി ഒരുവിധമൊക്കെ വർക്ക് ഫിനിഷ് ആയതിനു ശേഷം ഫൈനൽ ലെയർ ഏറ്റവും അവസാന ഘട്ടത്തിലൊക്കെ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇവിടെ നമുക്കിപ്പോൾ കാണാം കുറച്ച് വിട്ടിലൂടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ടാർ ചെയ്തിരിക്കുന്നത് കാണാം. നമ്മളിപ്പം പുറക്കാട് ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. പുറക്കാട് അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ വരെ അവർ ടാർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ പുറക്കാട് കഴിഞ്ഞേച്ച്
ടാർ ചെയ്തിട്ടുണ്ടെന്ന് കരുതിയിട്ട് പിന്നെയും പുറക്കാട് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയി. നമ്മൾ പുറക്കാടൊക്കെ ഉള്ളൊരു ഭാഗം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും ആ ഒരു പുറക്കാട് കഴിഞ്ഞിട്ട് അവിടെ ടാർ ചെയ്തിട്ടുണ്ടെന്ന് കരുതി അങ്ങോട്ട് ഓടിപ്പോയി. അവിടെ ചെന്നപ്പം അവിടെ ടാർ ചെയ്തിട്ടില്ലായിരുന്നു. അവർ അവിടെ ആ ഒരു ഭാഗം പിന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊടിയൊക്കെ അടിച്ച് കളഞ്ഞിട്ട് അവിടെ ഈ പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ വിചാരിച്ച് അവിടെ ടാർ ചെയ്തിരിക്കുകയായിരിക്കുന്നു. പക്ഷേ അവിടെ പ്രൈം കോട്ട് അപ്ലൈ ചെയ്തതേ ഉള്ളൂ. ഉടൻ തന്നെ ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിയുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പോൾ അവിടെ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ പുറക്കാട് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ടുള്ള ഭാഗത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലുള്ള പണിയൊക്കെ നടന്നിട്ടുള്ളൂ. ഇവിടെ പിന്നെ നമുക്കറിയാവുന്നുണ്ട് ഇവിടെ ഇനിയും പണിയൊക്കെ ഒരുപാടുണ്ട്. ഇടത്തെ ഈ സൈഡിലായിട്ട് തന്നെ കുറച്ച് പോസ്റ്റൊക്കെ ഇപ്പോൾ ഉണ്ട്. അതൊക്കെ എടുത്ത് മാറ്റണം. പോസ്റ്റ് മാറ്റാതെ തന്നെ എന്നിട്ട് അവർ കുറച്ച് മെറ്റിലൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ട് നിരത്തി എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പിന്നെ പുതിയ പോസ്റ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. മുമ്പോട്ട് വരുന്ന വഴിക്ക് പിന്നെ നമുക്ക് മുമ്പ് കണ്ട വീഡിയോയിൽ ഉള്ള പോലുള്ള പണി നടന്നിട്ടുള്ളൂ. പിന്നെ കുറച്ചും കൂടെ ലെങ്തിലായിട്ട് അവർ ഈ WMM എന്ന് പറയുന്ന മിശ്രിതം നിരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് ഈ വീഡിയോയുടെ എൻഡ് ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഭാഗത്തായിട്ട് ഈ WMMൻ്റെ മുകളിൽ പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ താഴേന്ന് നോക്കുകയാണെങ്കിൽ അത് ടാർ ചെയ്തിരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അടുത്ത് നിന്ന് നോക്കിയാലേ നമുക്കറിയാൻ തൊട്ട് ഈ WMM എന്ന് പറയുന്ന ഈ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഈ പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ടാർ ചെയ്തിരിക്കുകയെന്നേ തോന്നത്തുള്ളൂ. പക്ഷേ ടാർ ചെയ്തിരിക്കുന്നതല്ല. അതിൻ്റെ മുകളിൽ ഇനി ഉടൻ തന്നെ ടാറിങ് ഉണ്ടാവും. നമ്മളിപ്പം മുമ്പോട്ട് നേരെ അയ്യങ്കോയിക്കൽ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഇത്രയും പണി ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നിക്കും ഇനി ഒരു കലുങ്കിൻ്റെ നിർമ്മാണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമുക്ക് കാണാം ഗ്യാപ്പിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ പണി ഇങ്ങനെ നടക്കാനുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്ന വഴിക്ക് അത്യാവശ്യം ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ സർവീസ് റോഡ് വരുന്ന ഭാഗമൊക്കെ ഒതുക്കിയെല്ലാം ഇട്ടിരിക്കുകയാണ്. ഇനി ഈ WMM എന്ന് പറയുന്ന സാധനം നിരത്തുക, ഇനി കോൺക്രീറ്റ് ചെയ്യുക, അതിൻ്റെ ടാറിങ്ങൊക്കെ ചെയ്യുക, അതേപോലുള്ള പണിയൊക്കെയാണ്. ഇവിടെ ഇനിയും ക്രാഷ് ബാരിയറുടെ നിർമ്മാണം നമ്മൾ അയ്യങ്കോയിക്കൽ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ തണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ചെയ്തു വരുന്നുണ്ട്. മണ്ണെടുത്ത് നീക്കം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയും ഇടത്തെ സൈഡിലായിട്ട് ഇനിയും ഡ്രൈനേജിൻ്റെ പണിയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് അമ്പലം വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് തുടങ്ങാനുണ്ട്. വലത്തെ സൈഡിൽ എന്നിട്ടും ആ ഒരു ഭാഗമൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട്. അത്രയും പണി വലത് ഭാഗത്തൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മെറ്റിലിട്ട് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് അത്രയും ഭാഗത്ത് തന്നെ ഈ WMM എന്ന് പറയുന്ന സാധനം അപ്ലൈ ചെയ്തിരിക്കുകയാണ്. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ദൂരെ കാണാൻ പറ്റിയ അവിടെ പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അവിടെ വരെയാണ് നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഉടൻ തന്നെ എത്തും.